നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. അലിൻ രാജിന് അശ്രുപൂജ. സർ സാൻഫോർഡ് ഫ്ലമിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന അലിൻ രാജ് സഞ്ജയ് കുമാർ പീറ്റർബറോ ബീച്ചിൽ വെച്ചുണ്ടായ ദാരുണ സംഭവത്തെ തുടർന്ന് മുങ്ങി മരിക്കുകയായിരുന്നു. ബീവർമെത്ത് ബീച്ചിൽ കുളിക്കുന്നതിനിടെ മുങ്ങിത്താഴുകയായിരുന്ന സുഹൃത്തിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. അലിൻ രാജിന്റെ അകാല വിടവാങ്ങലിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ സഹപാഠികളും ബന്ധുമിത്രാദികളും. അലിൻ രാജിന് കനേഡിയൻ താളുകളുടെ ആദരാഞ്ജലികൾ. യുദ്ധഭീതി. ലെബനനിൽ നിന്നും 45,000 പൗരന്മാരെ ഒഴിപ്പിക്കാൻ കാനഡ ഒരുങ്ങുന്നു. യുദ്ധഭീതി മൂർധന്യത്തിലായിരുന്ന അവസരത്തിൽ തങ്ങളുടെ പൗരന്മാരോട് രാജ്യത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെട്ടു കാനഡ. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിൽ ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാഹചര്യമുണ്ടായാൽ ലെബനനിൽ താമസിക്കുന്ന 45,000 വരുന്ന കനേഡിയൻ പൗരന്മാരോട് രാജ്യം വിട്ടുമടങ്ങാൻ തയ്യാറായിരിക്കാൻ കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി അഭ്യർത്ഥിച്ചു. കാനഡ ഇതുവരെ നടത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഒഴിപ്പിക്കലിനുള്ള തയ്യാറെടുപ്പിനായി ഒട്ടാവ ഇതിനകം തന്നെ സൈനിക സേനയെ ഈ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് മെലാനി ജോളി നയം വ്യക്തമാക്കിയത്. ഇലക്ട്രിക് വാഹന വിപണിയിൽ ചൈനീസ് ആധിപത്യത്തിന് മൂക്കുകയറിടാനൊരുങ്ങി കാനഡ. ചൈനീസ് നിർമ്മിത ഇവികളുടെ ഇറക്കുമതി താരിഫ് കുത്തനെ ഉയർത്തി ധനകാര്യമന്ത്രി ക്രിസ്റ്റിയ ഫ്രീലാൻഡ്. വൈദ്യുത വാഹന വിതരണ ശൃംഖലയെ അന്യായമായ ചൈനീസ് മത്സരത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള മാർഗമെന്നോണമാണ് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച് ഉത്തരവായത്. നിലവിൽ കാനഡയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് നിർമ്മിത ഇവികൾ US ടെക് ഭീമന്റെ ഷാങ്ഹായ് ഫാക്ടറിയിൽ നിർമ്മിച്ച ടെസ്ലകളാണ്. ഇവികൾക്കായുള്ള ബാറ്ററികളുടെയും ബാറ്ററി ഘടകങ്ങളുടെയും കാര്യത്തിൽ ചൈന കാനഡ മാർക്കറ്റിൽ പുലർത്തുന്ന അപ്രമാദിത്വം എടുത്തുകളയുക എന്ന ഉദ്ദേശമാണ് കനത്ത ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തുന്നതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും ഫ്രീലാൻഡ് വ്യക്തമാക്കി. ഓന്റാരിയോ കാനഡയുടെ ടൊർണാഡോ കേന്ദ്രമായേക്കുമെന്ന് വിദഗ്ധർ. വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ ടൊർണാഡോ ഗവേഷകരുടെ പുതിയ കണക്കുകൾ പ്രകാരം കാനഡയുടെ ചുഴലിക്കാറ്റ് തലസ്ഥാനമെന്ന ഖ്യാതി ഓന്റാരിയോയ്ക്ക്. സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം പ്രതിവർഷം 18.3 ചുഴലിക്കാറ്റുമായി ഓന്റാരിയോ 1-ാം സ്ഥാനത്തും 17.4 ചുഴലിക്കാറ്റുകളുമായി സസ്കച്ചെവൻ 2-ാം സ്ഥാനത്തും തുടരുന്നു. ടൊർണാഡോകളെ കുറിച്ചുള്ള ഡാറ്റ ശേഖരിക്കുന്നതിനായി 2017 ആരംഭിച്ച നോർത്തേൺ ടൊർണാഡോസ് പ്രൊജക്ടിന്റെ ഭാഗമായി ആയിരുന്നു പഠനം. മുന്നറിയിപ്പില്ലാതെ സയൻസ് സെന്റർ അടച്ചു. പ്രതിഷേധവുമായി പൊതുജനം. മഞ്ഞിൽ മേൽക്കൂര തകരാൻ സാധ്യതയുണ്ടെന്ന എഞ്ചിനീയറിംഗ് മുന്നറിയിപ്പിനെ തുടർന്ന് ഓന്റാരിയോയിലെ സയൻസ് സെന്റർ അടച്ചുപൂട്ടി. എന്നാൽ യാതൊരു ബലക്കുറവും ഇല്ലാത്ത കെട്ടിടം തകരുമെന്ന റിപ്പോർട്ടിനെ പാടെ തള്ളി പൊതുജനം പ്രതിഷേധവുമായി എത്തി. സേവ് ഓന്റാരിയോ സയൻസ് സെന്റർ എന്ന ബാനറിന് കീഴെയാണ് ടൊറന്റോയിലെ വെസ്റ്റ്ഹിൽ പാർക്കിൽ പൊതുജനങ്ങൾ പ്രതിഷേധവുമായി തടിച്ചുകൂടിയത്. വരും ദിവസങ്ങളിൽ മേയർ ഒലിവിയ ചൗ സയൻസ് സെന്റർ സന്ദർശിച്ച ശേഷം വീണ്ടും തുറന്നു പ്രവർത്തിക്കണോ വേണ്ടയോ എന്ന അവസാന തീരുമാനം എന്ന ഉറപ്പിന്മേൽ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.